ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് കക്കായിറച്ചിയുടെ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങൾക്ക് ഇത് കക്കായിറച്ചി അവിടെ കിട്ടാറില്ല, നാട്ടിൽ വരുമ്പോഴാണ് കിട്ടുന്നത്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ്. ഞങ്ങൾ എപ്പോഴും മേടിക്കും. അപ്പോൾ ഉണ്ടാക്കിയപ്പോൾ ഞാൻ വിചാരിച്ച് എല്ലാവരെയും ഒന്ന് കാണിക്കാറുണ്ട്. आज हम बनाने जा रहे हैं क्लैम रोस्ट. क्लैम मीट है, देखिएगा आप लोग शायद देखा नहीं होगा, वह केरला में सब तरफ मिलता है. अच्छा टेस्ट है, देखिएगा कैसा दिखाएंगे. നമുക്ക് വയർ ക്ലീൻ ചെയ്തെടുക്കണം. ആദ്യം വലുതാണെങ്കിൽ നമുക്ക് എളുപ്പമായിട്ട് ക്ലീൻ ചെയ്യാം. पेट साफ करके देना है पहले. देखिए ऐसे करने के टाइम इसका पेट से थोड़ा काला निकलता है. കറുത്ത ഇത് ഇറങ്ങി വരുന്നത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം. ഞാൻ കുറച്ച് നേരത്തെ തന്നെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. पहले थोड़ा साफ करके रखा था. ऐसे दबाने से इसका अंदर का निकल जाएगा. देखिए पेट का गंदा निकल जाएगा. വയറിനകത്തെ അഴുക്ക് നമുക്കൊന്ന് ഞെക്കിയാൽ മതി. ആ കറുത്തിരിക്കുന്ന അഴുക്ക് നമുക്ക് മാറ്റിയെടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം വൃത്തിയാക്കി എടുക്കണം. കുറേ സമയം എടുക്കുന്ന പരിപാടിയാണ്. ये साफ करने के लिए टाइम लगेगा. 1 മണിക്കൂറായി ഞാനിത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. 1 घंटा लग गया है. अभी अच्छे से धो के आएंगे. നല്ലതായിട്ട് നമുക്ക് കഴുകിയിട്ട് വരാം. ഇതൊരു വലിയ പാത്രത്തിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. बड़ा बर्तन में डाल दिया है. अभी थोड़ा नमक डाल दे. നമുക്ക് ഇത്തിരി ഇതിനകത്തോട്ട് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. अच्छे से मिक्स करके पानी डाल के धोएंगे. നമുക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. दूध जैसे इसमें से पानी निकलता है 4-5 बार धो के लेना है. 4-5 പ്രാവശ്യം നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. കക്കായിറച്ചി നല്ലതായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. अच्छे से धो के लिया है. एक पैन रखा है, गरम हो गया पैन. नारियल तेल डाल रहे. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ. 3 टेबल स्पून कोकोनट ऑयल डाल रहे. सरसों तेल में बनाने से भी अच्छा है. अभी हम नारियल तेल से बना रहे. ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് നല്ലതായിട്ട് ചൂടായി വരട്ടെ. अच्छे से गरम होने दे. ഇതിനകത്ത് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കും. ഒരു सरसों डाल. ഇതിനകത്തോട്ട് ഞാനിപ്പം ഗ്രാമ്പു, ഏലക്ക, പട്ട, इलायची, लौंग और दालचीनी डाल रहे. करियापत्ता डाल रहे. करियापत्ता हम इट കൊടുക്കും. अदरक, इഞ്ചി, नारियल काट के रखा है. തേങ്ങ കൊത്തി വെച്ചിരുന്നതാണ് നമുക്ക് കൊടുക്കാം. ഫ്രൈ ചെയ്തൊന്ന് എടുക്കാം. थोड़ा फ्राई करके लेना. തേങ്ങാക്കൊത്തൊക്കെ പകുതി ഫ്രൈ ആയിട്ടുണ്ട്. आधा फ्राई हो गया. अभी डाल रहे लहसुन और हरी मिर्च. വെളുത്തുള്ളി, പച്ചമുളകും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴന്ന് വരണം. തോടാസെ ഫ്രൈ करना. നമ്മുടെ കൊച്ചുള്ളി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. छोटा पैच एक बाउल लिया है, वो भी डाल देना. അതൊന്ന് വഴറ്റിയെടുക്കാം. वो भी थोड़ा फ्राई करना है. ഉള്ളിയൊക്കെ വഴന്ന് കഴിഞ്ഞു. ഞാൻ थोड़ा सा फ्राई हो गया. अभी डाल रहे 1 टीस्पून हल्दी पाउडर. 1 ടീസ്പൂൺ മഞ്ഞളിൻ്റെ പൊടി ഇട്ട് കൊടുക്കുകയാണ്. 2 ടീസ്പൂൺ മിർച്ച പൗഡർ. 2 ടീസ്പൂൺ മുളകിൻ്റെ പൊടി. 1 ടീസ്പൂൺ മല്ലിപ്പൊടി. 1 ടീസ്പൂൺ ധനിയ പൗഡർ. 1 ടീസ്പൂൺ ബഡാ ജീര का पाउडर. നമ്മുടെ പെരുംജീരകം 1 ടീസ്പൂൺ. 1 ടേബിൾ സ്പൂൺ ഗോൾ മിർച്ചി का पाउडर. കുരുമുളകിൻ്റെ പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്ത്. ഒന്ന് മിക്സ് ചെയ്യാം. 1 ടീസ്പൂൺ गरम मसाला का पाउडर. 1 टीस्पून गरम मसाला का पाउडर. सब मिला के लो फ्लेम में डाल के थोड़ा फ्राई कर दीजिए. लो फ्लेम में इटा നമുക്ക് ഈ മസാലപ്പൊടി എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. अभी नमक डाल दे. എല്ലായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിരുന്ന കക്കായിറച്ചി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ക്ലാം മീറ്റ് अभी इसमें डाल दे. നന്നായിട്ട് മിക്സ് ചെയ്യുക. अच्छे मिक्स कर दीजिए. ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. अच्छे से मिक्स करके रखा है. अभी मीडियम फ्लेम में डाल के 20 मिनट रखना है. मीडियम फ्लेमिൽ ഇട്ട് 20 മിനിറ്റ് വെക്കണം. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇളക്കി കൊടുക്കണം. बीच बीच में थोड़ा पलटी करना है.
കക്കാറച്ചി റെഡി ആയി കഴിഞ്ഞു. കക്കാറച്ചി റോസ്റ്റ്, क्लैम मीट का रोस्ट रेडी हो गया. देखिए നമ്മുടെ കക്കാറച്ചി റോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. ഒരു സെർവിങ് ഡിഷിനകത്തോട്ട് മാറ്റാം. സെർവിങ് ഡിഷിനെ താഴ്ന്നു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കക്കാറച്ചി റോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. എനിക്ക് മാത്രം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ്. എനിക്ക് സ്പെഷ്യലി എനിക്കിതൊരു ഇഷ്ടമാണ്. നാട്ടിൽ വരുമ്പോൾ മാത്രം കിട്ടുന്ന ഒരു സാധനമാണ്. लोग थोड़ा ट्राई करके देखिएगा. क्लैम रोस्ट रेडी हो गया. अच्छा टेस्ट आ जाएगा. बैक बटन में शेल में मिलता है मीट है. अच्छा टेस्ट है. एक बार ट्राई करके देखिएगा. प्लीज लाइक शेयर एंड सब्सक्राइब. थैंक यू फॉर वॉचिंग.